நல்லா பண்ணுவாங்க, சர்வீஸ்லாம் நல்லா பண்ணுவாங்க. சாப்பிட்றதுக்கு சாப்பாடு, இட்லி, தோசை எல்லாமே நல்லா டேஸ்ட்டாக இருக்கும். இங்கே മസാല സൂപ്പറാണ് കേട്ടോ, സൂപ്പറാണ് ഇതിനകത്ത് മസാല, അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയില്ല, കിഡിലോസ്കി സാധനം. ഹേ ഗൈസ്, മധുരയിൽ 25 വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന മധുരയിലെ തന്നെ ഏറ്റവും അടിപൊളി ഫുഡ് കിട്ടുന്ന പ്യുവർ വെജിറ്റേറിയൻ കിട്ടുന്ന ശരവണാസ് ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഫുഡ്, നമ്മൾ ഡിന്നർ ഇവിടെ നിന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരവണ ഹോട്ടലിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരവണ ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സ് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്, പിന്നെ അതുപോലെ ടീ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ് നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ ഏതൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കാണുന്നത് ടീ സ്റ്റാളാണ്, ടീ കുടിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരയിൽ ഫാത്തിമ കോളേജിന്റെ നേരെ നിയർ ഓപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ മധുരയിൽ നിന്ന് ഡിണ്ടിക്കലിലേക്ക് പോകുന്ന റോഡിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെയാണ് ശരവണാസ് ഹോട്ടലിന്റെ ആംബിയൻസും കാര്യങ്ങളും. ഇവിടെ വന്നപ്പോഴത്തേന് ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടുണ്ട്. അതായത് ഒരു 2 സ്റ്റെപ്പ് കയറി വരണം, ക്യാമറമാൻ നോക്കി വരണം കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ഏകദേശം 8:30 ആയ സമയത്ത് ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതും, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ആളുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. പിന്നെ സർവീസ് ചെയ്യുന്നവരെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയിൽ നമ്മൾ മാറി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരവണാസ് ഹോട്ടലിൻ്റെ അകത്തെ ആംബിയൻസും കാര്യങ്ങളും. ഇവിടെ പ്യുവർ വെജിറ്റേറിയൻ ആണ് ഫുഡ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നോൺ AC, അതായത് നമുക്ക് പുറത്തെ ആംബിയൻസ് ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ. ഇനി AC ഹാൾ ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. അത് കുറച്ച് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ, ഈ വഴി കൂടെയാണ്. കാരണം ഇതുവഴിയാണ് കേട്ടോ AC ഹാള്. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ വരും. ഓക്കെ, ഇതാണ് AC ഹാള് കേട്ടോ. സോ ഇപ്പം ഇവിടെ ഒരു ഫാമിലി കഴിച്ചുകൊണ്ടുണ്ട്. അപ്പം AC ഹാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴത്തേന് വർക്ക് ചെയ്ത് അവർ സർവീസ് ചെയ്യുന്നത് കാണുമ്പോഴത്തേന് തന്നെ നമുക്കറിയാം അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ സർവീസ് ചെയ്തൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ നമ്മൾ ഇവിടെ നിന്നാക്കിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ശരവണാസ് ഹോട്ടലിൻ്റെ ഫുഡ്. മീൻസ് 25 വർഷമായിട്ട് സക്സസ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയണമല്ലോ. അപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് നമ്മുടെ ഡിന്നർ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. വാ. எப்படி இருக்கு ஃபுட்டக்கு? எப்படி இருக்கு? சூப்பரா இருக்கு, நைஸ், நல்லா இருக்கு. என்ன ஃபுட் சாப்பிட்டது? நான் சாப்பிட்டேன். நான் பன்னீர் பட்டர் மசாலா. ஓகே ஓகே ஓகே. ஃப்ரைட் ரைஸ். ஓகே, எப்படி இருக்கு? நல்லா டேஸ்டா இருக்கு. சர்வீஸ் ഒക്കെ எப்படி இருக்கு? இங்க சர்வீஸ் நல்லா இருக்கு. நல்லா இருக்கும். எப்படி இருக்கு ஃபுட்? எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. ஃப்ரைட் ரைஸ் ഒക്കെ எப்படி இருக்கு? சூப்பரா இருக்கு. ഇവിടെ സർവീസ് ഒക്കെ எப்படி இருக்கு? நல்லா இருக்கும். ஹலோ, எப்படி இருக்கு? பூரி ஓகே, எப்படி இருக்கு? எப்படி இருக்கு ஃபுட்? ഒക്കെ இருக்கு. ஃபர்ஸ்ட் டைம் இங்க வந்து வெரி நைஸ். மஷ்ரூம் மட்டும் கொஞ்சம் காரமா இருந்தது, கிரேவிலாம் கொஞ்சம் காரமா இருக்கு. ஓகே, இங்க சர்வீஸ் ഒക്കെ எப்படி இருக்கு? சர்வீஸ் இஸ் குட். ஃபர்ஸ்ட் டைம் இங்க வருவா? ஃபர்ஸ்ட் டைம். ஓகே, எப்படி இருக்கு ஃபுட்? ഒക്കെ எப்படி இருக்கு? நல்லா இருக்கும். நல்லா இருக்கும். எங்க ஊர்? எங்க? வாடிப்பட்டி, மதுரை வாடிப்பட்டி. ஓகே, இடைக்கு இங்கேக்கு வருமோ? இங்கே இந்த சைடு வந்தேன்னா இங்கே சாப்பிட்டு போவேன். சர்வீஸ் ഒക്കെ எப்படி இருக்கு? சர்வீஸ் ஓகே. நான் 2-3 பிரான்ச் இங்கே இருக்கு. இந்த சைடு கூடல் நகர் சைடு ஒன்று, அது இல்லாமல் இங்கே பறவையில் ஒன்று. ஓகே ஓகே. ரெகுலராக போவேன். ரெகுலராக அங்கே போகும். நல்லாவே இருக்கும். இப்போ ட்ராவல் பண்ண இங்கே இது ஹைவேல സ്റ്റാർട്ടിങ് ഇതിൽ இருக்கிறதுனால യൂസ്വലാ ഇത് நல்லா இருக்கும். ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റൈറ്റിലെ പാർക്കിംഗ് കൂടെ நல்லா இருக்கும்.
ആ ഇവിടെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് சைடில் பார்க்கிங் ஓகே ஓகே அதெல்லாம் இங்கே ஓகே மேம் வணக்கம் எப்படி இருக்கு ஃபுட்டொക്കെ எப்படி இருக்கு நல்லா இருக்கும் இஷ்டப்பட்டு ஓகே தேங்க்யூ ரெகுலராக அந்த கடைக்கு வந்துடும். ஓகே வீக்கெண்டோ ஆர் டெய்லியோ டெய்லி ஆ டெய்லி ஈவினிங் இங்கே வந்துடும். டெய்லி ஈவினிங் ஃப்ரெண்ட்ஸ் ஆகிட்டா ஆமாம் ஒரு ஜஸ்ட் ஃப்ரெண்ட்ஷிப் டாக்கிங் ஆமாம் எல்லாருமே வந்து எல்லாரும் எப்படி இருக்கு இங்கே ஃபுட்டொക്കെ எப்படி இருக்கு நல்லா இருக்கும். நல்லா இருக்கும் நல்லா இருக்கும். சர்வீஸ் ஓகே அதெல்லாம் கரெக்டாக இருக்கும். நல்லா பண்ணுவாங்க. சர்வீஸ்லாம் நல்லா பண்ணுவாங்க. ஆ சாப்பிட்றதுக்கு சாப்பாடு இட்லி தோசை எல்லாமே நல்லா டேஸ்ட்டாக இருக்கும். நல்லா டேஸ்டாக இருக்கு ஓகே ஆனால் எப்படி இருக்கு இங்கே ஃபுட்டொക്കെ எப்படி இருக்கு கிளாஸாக இருக்கும், எக்ஸலண்ட்டாக இருக்கும். சாப்பாடு நல்லா இருக்கும், ஸ்வீட்ஸ்லாம் இருக்கும், காலையில் வடை ஸ்நாக்ஸ்லாம் நல்லா இருக்கும். காஃபி பெஸ்ட்டு எங்களுக்கு. Coffee. இங்கே காஃபி குடிக்கலன்னா எங்கேயுமே குடிக்க முடியாது. அதான் இங்கே ஐடென்டிஃபைஸா பெஸ்ட் சார் காஃபி டிஃபன் எல்லாமே பணியாரம் நல்லா இருக்கும். பணியாரம் பெஸ்ட்டாக இருக்கும் நல்லா இருக்கு. ஓക്കെ கொச்சியில் எப்படி இருக்குது? கொச்சியில் ആ அது மாதிரி இது எக்ஸலண்ட்டாக இருக்கும். ഓക്കെ അതുപോലെ തന്നെ അടിപൊളിയായിരിക്കും ഓക്കെ ഓക്കെ അണ്ണേ വണക്കം எப்படி ஃபுட்டൊക്കെ இங்கே நல்லா இருக்கும் சர்வீஸ் நல்லா இருக்கும் ஓகே அப்போ நம்ம மதுரையின் அடையாளம் போட்டுருக்காருல ஒரு சரவணாஸில். ஆ. மதுரையின் அடையாளம் மதுரையின் அடையாளம் பண்ணி தர சரவணாஸ் இந்த ஏரியாவுக்கு அடையாளம். இங்கே இரு. അപ്പം എന്താ നമുക്ക് ശരവണാസ് ഹോട്ടലിൽ നമുക്ക് ഇന്നത്തെ ഡിന്നർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ തന്നെ വേണം. അതായത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചേക്കുന്നത്. അതിലുപരി ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വെറൈറ്റി ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാ കോഫി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഡിന്നറിൽ നമ്മൾ കോഫി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ കോഫി എന്നാണ്. അല്ല ഫിൽറ്റർ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ് കേട്ടോ. സാർ ബാക്കിയുള്ള ഇതൊക്കെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. வடகரி செட் தோசை. വടകരി സെറ്റ് ദോശ നല്ല മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. വടകരി സെറ്റ് ദോശ. അടുത്ത് இது வந்து பட்டர் நான், ബട്ടർ നാൻ, டிராகன் பன்னீர், ഡ്രാഗൺ പനീർ. ഓക്കെ നൈസ്. ഓക്കെ செட்டிநாடு பன்னீர் மசாலா, ചെട്ടിനാട് பன்னீர் மசாலா. ചെട്ടിനാട് പനീർ മസാല. இது வந்து ஆந்திரா இது சார் മൈസൂർ மைசூர் മൈസൂർ மைசூர் மசாலா. ഓക്കെ മൈസൂർ മസാല ദോശ. மைசூர் மசாலா தோசை. ഓക്കെ അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ദോശ ഇങ്ങനെ അതായത് ഈ ത്രികോണ ആകൃതിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയാണ്. ഇത് ചെട്ടിനാട് செட்டிநாடு மசாலா, பன்னீர் மசாலா, செட்டிநாடு பன்னீர் மசாலா. ഓക്കെ നൈസ്. അപ്പം மைசூர் மசாலா தோசை. മൈസൂർ മസാല ദോശ. இது வடகரி செட் தோசை. இது பட்டர் நான், ബട്ടർ നാൻ. அது டிராகன் பன்னீர், ഓക്കെ சாம்பார் சட்னி. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ സാമ്പാറുണ്ട്, സാമ്പാറുണ്ട്, ചട്നി ചട്നി ഉണ്ട്. ഓക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ மைசூர் മസാല ദോശ കഴിക്കുന്നത്. നമുക്ക് ആദ്യം ചെട്ടിനാട് പനീർ മസാല മസാല എടുക്കുക. നമുക്ക് ജസ്റ്റ് നമ്മുടെ മൈസൂർ മസാല ദോശ എടുക്കുക. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടാകും. രണ്ടുപേരും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഞാൻ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പം ഡിന്നർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഇതിനകത്തെ മസാല സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണ് ഇതിനകത്തെ മസാല. അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയില്ല. കിഡിലോസ്കി സാധനം. ദെൻ നെക്സ്റ്റ് വൺ വടകരി സെറ്റ് ദോശ. ഓക്കെ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. വടകരി സെറ്റ് ദോശ. അതായത് കണ്ടോ യെല്ലോ കളറിലാണ്. ഇതാണ് സെറ്റ് വടകറി. ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ്? ഗ്രേവി. ഓക്കെ ഇത് അതിന്റെ ഗ്രേവിയാണ് കേട്ടോ. ഇതാ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി പോകണേ. നോക്കിക്കോ. ഓക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. സൂപ്പറായിരിക്കും. അത് വെച്ചാൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ കാണുമ്പോൾ അതിന്റെ ഈ കളറൊക്കെ കണ്ടില്ലേ, നമ്മൾ കാണുമ്പോൾ കുറച്ച് കട്ടിയാന്ന് തോന്നും. ഒരിക്കലും അല്ല. ഇതാ സാധാരണ ഫുഡ് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വായിലൂടെ വെള്ളം ഊറുന്നതല്ല. ഇതാ ഇതിന് ടേസ്റ്റ് അമ്മാതിരി സാധനമാണ് കേട്ടോ. കിട്ടുക കാണണം. നമുക്ക് ബട്ടർ നാളും ഡ്രാഗൺ പനീറും. ഓക്കെ ബട്ടർ നാളും ഡ്രാഗൺ പനീറും. ഓക്കെ ഡ്രാഗൺ പനീർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. രണ്ടുകൂടെ മിക്സ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്തെല്ലാം നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
അതിന്റെ ഒരു ഫ്ലേവർ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറുന്നുണ്ട്. ദെൻ ഇത്രയും കഴിച്ചല്ലോ, ഞാൻ കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ മെയിൻ ഐറ്റം ഫിൽട്ടർ കോഫി. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. എന്താണ് ഫിൽട്ടർ കോഫിയുടെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, കുടിച്ചു നോക്കട്ടെ. പ്രമാദമാണ് സാധനം ഫിൽട്ടർ കോഫി. അതായത് കോഫിയിലെ രാജാവ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി സാധനമാണ് കേട്ടോ ഇത്. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് അടിപൊളിയാക്കി ഉൾക്കൊള്ളുന്നെന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. കാരണം അത്രയ്ക്ക് വെറൈറ്റി സാധനമാണ് കേട്ടോ ഇത്. എനിവേ വളരെ രുചികരമായിട്ടുള്ള ഫുഡാണ്. ഇന്നത്തെ ഡിന്നറാണ് നമുക്ക് ശരവണാസ് ഹോട്ടലിന് എൻ്റെ ഫ്രണ്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഇവൻ എന്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ ഇവിടെ ഞാൻ ആരംഭിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം കഴിച്ച് തീർക്കട്ടെ. ഇപ്പം എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ശരവണാസ് ഹോട്ടലിൻ്റെ ഓണേഴ്സ് ആണ് കേട്ടോ. അച്ഛനും മോനുമാണ്. ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇവരോട് പറഞ്ഞു അത്രയ്ക്ക് ടേസ്റ്റ് ആണെന്ന് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. സാർ വണക്കം. വണക്കം ബ്രോ. സാർ ഉങ്ങളുടെ പേര്? തിരുവേങ്കടം. ഓക്കെ, അടിപൊളി പേരാണ് കേട്ടോ, നല്ല വിജൃംഭിച്ച നെയിം. ப்ரோ உங்களோட பேரு? தக்கேஷ். ஓகே, எப்படி இருக்கு பிசினஸ்? எப்படி இருக்கு? நல்லா இருக்கு. நல்லா இருக்கு. எவ்வளவு நாளாச்சு இந்த ஹோட்டல் ஸ்டார்ட்? 1994. 94 வந்து ഞാൻ ജനിക്കുന്നതിന് മുന്നേ. അത്ര ടൈം ആയി ഇവിടെ സ്റ്റാർട്ട് பண்ணிட்டு. எவ்வளவு பிரான்ச்சஸ் இங்க? 4 பிரான்ச்சஸ் இருக்கு. எங்கேக்கு? ഇവിടെ ഫാത്തിമ ജാബസ്, പറവൈ, അപ്പുറം പിന്നെ കൂടൽ നഗർ, പിന്നെ അപ്പാതുറൈ. അങ്ങനെയാണ്. ഓക്കെ, എല്ലായിടത്തും ഈ ഫിൽട്ടർ കോഫി ഫേമസ് ആണ്. നമ്മുടെ ഫേമസ് ഫിൽട്ടർ കാപ്പി. അതുപോലെ നമ്മൾ കാപ്പി കൊട്ട വാങ്ങിച്ച് നമ്മൾ തന്നെ അരയ്ക്കും, പൊടിയാക്കി നമ്മൾ തന്നെ സ്വന്തം. ഓക്കെ, അത് ഓൺ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇവിടെ ഫിൽട്ടർ കോഫി ആക്കുന്നത്. അത് ഇവിടുത്തെ മധുരയിലെ തന്നെ ഒരു മെയിൻ ഒരു ട്രേഡ് മാർക്കായി മാറിയോ? ഫിൽട്ടർ കാപ്പി. ഓക്കെ, മലയാളീസ് ഒക്കെ വരുന്നുണ്ടോ ഇങ്ങോട്ട്? പിന്നെ ഇവിടുന്ന് മീനാക്ഷി. ഓ, മലയാളം മനസ്സിലാവുന്നുണ്ടല്ലേ? അതെ, ഞാൻ മലയാളം വളരെ ക്ഷേത്രം 8 കിലോമീറ്റർ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് പഴനി പോവാ. ഓക്കെ, കൊടൈക്കനാൽ പോവാ. പിന്നെ ഇങ്ങോട്ട് പൊള്ളാച്ചി, പാലക്കാട്, ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂർ യാത്രയ്ക്കും കൊടൈക്കനാൽ യാത്രയിലും പളനി, പൊള്ളാച്ചി മീൻസ് പാലക്കാട് കേരളത്തിലേക്ക് പോകുമ്പോഴും നമുക്ക് പെട്ടെന്ന്, അതായത് ഈ ഒരു ഹൈവേ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമുക്ക്. അതായത് ഇവിടെ റൂംസും ഉണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാരണം, നമുക്ക് പാർക്കിംഗ് കിട്ടും, റൂംസ് കിട്ടും, നല്ല ഫുഡ് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി ഒരു യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് മധുരയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കിടിലൊരു സ്പോട്ട് തന്നെയാണ് ശരവണാസ് ഹോട്ടൽ. ഓക്കെ ബ്രോ, എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ഫുഡിൽ ഉള്ളത്? നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഫേമസ് എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്? ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി ആൾക്കാർ വന്നിട്ട് സാമ്പാർ ഒക്കെ വളരെ. സാമ്പാർ. രാവിലെ എത്ര മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5 o'clock സ്റ്റാർട്ട് ആവും. അപ്പം കാഫി, ടീ, വട. 5:30 இந்த ഫുഡ് തുടങ്ങും. എനിവേ, ശരവണാസ് ഹോട്ടലിന്റെ ഈ ഒരു നല്ലൊരു നിമിഷത്തിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കേരളത്തിൽ മക്കളെ എല്ലാവരും വരാൻ പറ. ഓക്കെ, എല്ലാവരും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം ബ്രോക്കി. ബൈ.